കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിലുപരി ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഷൊർണൂർ ജംഗ്ഷനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. ഒരു വർഷം മുമ്പാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ എന്ന നിലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കുന്നതിനുള്ള സ്ഥലം പോലും വളരെ പരിമിതമായ ഒരു സ്ഥലത്താണ്. എന്നാൽ ഇന്നിപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോവുകയാണ്. നിലവിൽ 7 പ്ലാറ്റ്ഫോമുകളുള്ള ഷൊർണൂർ ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു ഓവർബ്രിഡ്ജ് മാത്രമാണുള്ളത്. എന്നാൽ ഈ നവീകരണ പ്രവർത്തനങ്ങൾ കഴിയുന്നതോടെ ഓവർബ്രിഡ്ജിന്റെ എണ്ണവും കൂടുന്നത് യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദം തന്നെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ ഷൊർണൂരിൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യം തന്നെയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പുതിയ പദ്ധതി വരുന്നതോടുകൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും പാർക്കിംഗ് എന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാകുന്നു. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പാർക്കിങ്ങിനായി നവീകരിച്ചെടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപം ചതുപ്പ് നിലമായി കിടന്നിരുന്ന സ്ഥലം മണ്ണിട്ട് നികത്തി അവിടെയെല്ലാം ടൈൽ വിരിച്ച് മനോഹരമാക്കി പാർക്കിങ്ങിനായി സജ്ജമാക്കുന്നു. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷത്തിനകം പൂർത്തിയാകുമെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും പരാതികൾ ഒരുപാടെത്തുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾ ഷൊർണൂരിൽ കയറുന്നില്ല എന്നൊരു പരാതി വളരെ നീണ്ട കാലങ്ങളായി ഉള്ളതാണ്. ആ പരാതിയിൽ കഴമ്പുള്ളതുമാണ്. ഷൊർണൂരിൽ എത്തേണ്ട യാത്രക്കാർ ഒന്നുകിൽ തൃശ്ശൂരിലോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ ഇറങ്ങി ഷൊർണൂരിലേക്ക് ബസ് മുഖാന്തരം വരേണ്ട അവസ്ഥയാണ് ഇന്ന് പല ട്രെയിൻ യാത്രക്കാർക്കും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ റോഡിന് മറുവശത്തായും ടൈൽ പാകി വളരെ മനോഹരമായി ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ട് നവീകരിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പ് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. പലയിടങ്ങളിലും ടൈലുകളെല്ലാം വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും പ്രത്യാശിക്കാം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞ് വളരെ മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷനായി കാണാൻ കാത്തിരിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരും പ്രദേശവാസികളും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വളരെ മനോഹരമായി മാറുന്നതോടുകൂടി ഷൊർണൂരിനും വലിയ പ്രശസ്തിയും പേരും തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായി തന്നെ റെയിൽവേ ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നു. ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകളും നിലവിലുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെയുള്ള യാത്രക്കാർക്ക് വളരെ മനോഹരവും നയനാനന്ദകരവുമാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ദൂരയാത്രക്കാർ കേരള കലാമണ്ഡലത്തിലേക്ക് എത്തുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുന്നിലായി തന്നെയാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള ലാൽ സിനിപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായി ഷൊർണൂർ ജംഗ്ഷൻ മാറാൻ നമുക്ക് കാത്തിരിക്കാം.